ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന മനോഹരനെയാണ്. മനോഹർ അങ്ങനെ മുകളിലത്തെ നിലയിൽ പോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം മരിയെടുത്ത്. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മാവിൻ്റെ മോള് പുറകെ നടക്കണവള്, അവളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്നേ. എല്ലാവരും പുറകെ തൂങ്ങിയിരിക്കുക, എന്ത് പറയാനാ, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ സരയും അങ്ങോട്ടേക്ക് വരും കേട്ടോ. മോളു ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് മനോഹർ. അല്ല, രാവിലെ തന്നെ മനുവേട്ടൻ എന്താ മുകളിൽ നിന്നിട്ട് ഫോണിൽ സംസാരിക്കണത്? എൻ്റെ മോൾ എനിക്ക് അത്യാവശ്യം കോള് വിളിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. അല്ല, ആരായിരുന്നു കോളിൽ? ഞാൻ പറഞ്ഞില്ലേ, ഒരു അർജന്റ് കോൾ ആയിരുന്നു അത്, എൻ്റെ ഒരു ഫ്രണ്ടാ കോളില്. അല്ല, മനുവേട്ടന് മോളിൽ പോയിട്ട് അതിന് കുറച്ചു നേരം ആയല്ലോ, ഞാൻ നോക്കിയപ്പോ നീ നല്ല ഉറക്കമായിരുന്നു, നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ എഴുന്നേറ്റ് മുകളിലേക്ക് വന്ന് ഫോൺ വിളിച്ചു എന്ന് പറയാണ്. എന്തായാലും രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ നല്ലൊരു കാഴ്ചയാണ് കണ്ടത് അപ്പുറത്തെ വീട്ടിൽ നിന്ന്. കാഴ്ചയോ? എന്ത് കാഴ്ച? അപ്പുറത്തെ കാലൊരുത്തന് വയ്യല്ലോ, അവനെ എല്ലാരും കൂടി തല്ലി പുറത്താക്കുന്ന കാഴ്ച. ഓ, ആ പ്രകാശൻ, അയാളിപ്പോ നന്മയുടെ വഴി സ്വീകരിച്ചെന്നോ, നന്നായി എന്നൊക്കെ ആരൊക്കെയോ പറയണത് കേട്ടു. ആ പ്രകാശനെ ഇന്നലെ എന്നെ കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത് കാര്യം? അല്ല, മനുവേട്ടനെ കുറിച്ച് എല്ലാരും പറയുന്ന കാര്യം തന്നെ, മനുവേട്ടനെ സൂക്ഷിക്കണോന്നോ, പിന്നെ എല്ലാരും പറയുന്നത് തന്നെയാ പറഞ്ഞത്. ആ എല്ലാവരും എന്തൊക്കെയാ പറയണത് ഞാനും കൂടി ഒന്ന് അറിയട്ടെ എന്ന് മനോഹർ പറയുമ്പോ, വേറെ ഒന്നല്ല, മനുവേട്ടനെ ഞാൻ മാത്രല്ല വേറെ കുറെ ഭാര്യമാരുണ്ടെന്ന്. ആ പ്രകാശൻ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. എങ്കിലേ അയാളെ മറ്റേ കാല് തല്ലിയൊടിക്കാൻ പോണത് ഞാൻ തന്നെ ആയിരിക്കും, നോക്കിക്കോ സരിയു. മറ്റുള്ളവർ അങ്ങനെ പലതും പറയും, സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ ഇങ്ങനെ സംശയിക്കലേ സരിയു എന്ന് പറയാണ്. എന്തായാലും മനുവേട്ടന്റെ എന്ത് പരിപാടി എന്താ? എനിക്കൊന്ന് പുറത്തു പോകണം, ഇന്ന് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഞാനും വരും കൂടെ. സരിയു, ഇന്ന് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്നൊഴിച്ച് വേറെ ഏത് ദിവസം വേണമെങ്കിൽ നീ പറഞ്ഞോ, നിന്നെ ഞാൻ കൊണ്ടുപോകാം. ഇന്ന് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ ഇന്ന് കൊണ്ടുപോയാലേ? ഇന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല എന്ന് പറയാണ്. ഇന്ന് എന്തായാലും മനുവേട്ടന്റെ കൂടെ വരും. സരിയു, നീ വന്ന അതിന്റെ ത്രില്ല് പോകും. ഓഹോ, ഞാൻ വന്ന ത്രില്ല് പോകും. അപ്പൊ ത്രില്ല് വരുത്താൻ വേണ്ടി ആരാ കൂടെ വരുന്നത്? സരിയു, നീ വെറുതെ സംശയിക്കട്ടെ, എനിക്ക് ദേഷ്യം വരും, രാവിലെ തന്നെ തുടങ്ങി അവള് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവാണ്. സരിയുവിനെ അങ്ങനെ സംശയം കൂടി വരും കേട്ടോ. സരിയു പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറയണതൊക്കെ എന്നെ ഇവിടെ കൊണ്ടുപോകാതെ നിങ്ങൾ ഒരു കാണിച്ചു കൂട്ടുമ്പോൾ എനിക്ക് സംശയം കൂടുന്നത്, മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സംശയം കൂടുന്നതെന്ന് പറയുമ്പോഴേക്കും മനോഹർ അവിടെ നിന്ന് സരിയുവിനെ മൈൻഡ് ചെയ്യാണ്ട് അവിടെ നിന്ന് പോവാണ്. സരിയു അങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന കിരണിനെയും കല്യാണിയാണ്. അവര് ഓഫീസിൽ പോകുമ്പോൾ റെഡി ആയിട്ട് പോവാട്ടോ. കല്ലിമോനെ ടാറ്റ എന്ന് പറഞ്ഞിട്ട് കല്യാണി ഉമ്മയൊക്കെ കൊടുക്കണം. അപ്പൊ കിരണും കല്ലിമോൻ എടുക്കണ്ട്. കല്ലിമോനെ അച്ഛൻ പോയിട്ട് വരാവിടെ കണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുകയാണ്. ശേഷം ദീപെടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഓരോരുത്തരും മതിൽ ചാടി വന്ന് ഭിക്ഷക്കാർ വന്നിട്ട് പിള്ളേരെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ പറയാറ്. പക്ഷെ മതിൽ ചാടി കാലിന് വയ്യാത്തൊരാൾ വന്നിട്ട് ഇനി കൊച്ചിനെ പിടിച്ചോണ്ട് പോകുമെന്നേ ഞാൻ പറയുള്ളൂ. അമ്മ സൂക്ഷിക്കണം കേട്ടോ മോനെ. അതിനോട് പ്രത്യേകം പറഞ്ഞു, ഇനി മോന്റെ അടുത്ത് തന്നെയായിരിക്കും ഞാൻ ഉണ്ടാവുന്നത്. എന്തായാലും കുഞ്ഞിനെ അയാൾ ഇനി ഇങ്ങോട്ട് വരുന്നത് കാണില്ല മോനെ, അത് ഞാൻ മോൻ ഉറപ്പ് തരാം. എന്തായാലും മതിലില് ആണിയോ അതുപോലെ തന്നെ കുപ്പിച്ചിലോ വെക്കേണ്ട സമയം, അല്ലെങ്കിൽ ഇനി ആ പ്രകാശം വരും. ഒരു കണക്കിന് അയാൾ ഇങ്ങനെ വന്നത് നന്നായി. അവിടെ നമുക്ക് മനസ്സിലായല്ലോ അയാൾ ഇങ്ങനെ മതിൽ ചാടി വരുമെന്ന്. കല്യാണി പറയണ്ട, എന്നാലും അയാളെ സമ്മതിക്കണം. കാലിന് വയത്ത് അയാൾ ഇങ്ങനെ മതിൽ ചാടി, ഇത് നമുക്കൊരു സൂചനയാ കല്യാണി, ദൈവം നമുക്ക് തന്ന സൂചന. അയാൾ ഏത് വിധേനം അകത്ത് കടക്കും എന്നുള്ള സൂചനയായത്. എന്തായാലും കുഞ്ഞിന്റെ യഥാർത്ഥ മുത്തശ്ശൻ തന്നെയാ ഈ പരിപാടിയൊക്കെ ചെയ്യണത്, കുഞ്ഞിനെ നമ്മളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കണത്. എന്തായാലും അയാൾ വന്ന അയാളുടെ അടുത്ത കാലം കൂടി ഞാൻ തല്ലി ഒടിക്കും മോനെ, മോൻ നോക്കിക്കോ എന്ന് പറയാണ്. ശരി അമ്മേ, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. കല്ലുമോനെ ശരി അമ്മ, കുഞ്ഞിനെ സൂക്ഷിക്കട്ടെ. ശരി മോനെ എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണിയും ഒന്ന് പുറപ്പെടുവാട്ടോ. ആ സമയത്ത് കല്യാണി പറയണ്ടാവും, മുകളിൽ നിന്ന് നമ്മൾ പോണതൊക്കെ വാച്ച് ചെയ്തോണ്ടിരിക്കണ്ടാവും ആ സരയു. അതെ അവള് നമ്മൾ പോകുമ്പോൾ പ്രകാശിനെ വിളിച്ച് പറയും എന്ന് പറയാണ്. അതെ എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി മുകളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം. പക്ഷെ അവിടെ സരയു ഒന്നും ഇല്ല കേട്ടോ. ശേഷം വണ്ടിയിൽ കയറി കിരണും കല്യാണി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചിങ്ങനെ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കിരൺ ഇങ്ങനെ ബ്രേക്ക് കിട്ടുന്നില്ല കേട്ടോ. കല്യാണി, എന്താ കിരണേട്ടാ ബ്രേക്ക് കിട്ടുന്നില്ല? കല്യാണി, ബ്രേക്ക് കിട്ടുന്നില്ലെന്നോ? അതേ കല്യാണി, ഇല്ല ബ്രേക്ക് ഇല്ല കല്യാണി, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ഈശ്വര, കിരണേട്ട എന്ന് പറയുമ്പോഴേക്കും ബ്രേക്ക് ഇല്ലാണ്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ട് ഇപ്പൊ കിരണിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മാറ് വഴിയിൽ നിന്ന് മാറും എന്നിട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ കൈവച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് കല്യാണി പെട്ടെന്ന് വിൻഡോയുടെ അതായത് കാറിന്റെ വിൻഡോ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ പ്രകാശൻ ഒരു വഴിയരികത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ കല്യാണിക്ക് ദേഷ്യം വരുവാണ്. അങ്ങനെ കിരൺ പെട്ടെന്ന് തന്നെ ഒരു മണ്ണിന്റെ ഒരു സ്ഥലത്തേക്ക് വണ്ടി ഇടിപ്പിച്ച് ഇങ്ങനെ കയറ്റുവാണ്. അങ്ങനെ കാർ പെട്ടെന്ന് നിൽക്കുമ്പോൾ തന്നെ കിരൺ വേഗം ചാടി എഴുന്നേക്കാണ്. കല്യാണി നിനക്ക് കുഴപ്പമൊന്നുമില്ലോ? ഇല്ല കിരണേട്ടാ എന്ന് പറയണ്ടേ. രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാറേ എന്ത് പറ്റി? വണ്ടിക്ക് പെട്ടെന്ന് ബ്രേക്ക് പോയതാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ശരി എന്ന് പറഞ്ഞിട്ട് വഴി പോക്കര അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് കിരൺ പറയണ്ട, കണ്ടില്ല കല്യാണി, അയാൾ ഇന്നലെ രാത്രി എന്തിനാ വന്ന് കിടന്നെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? മനസ്സിലായി കിരണേട്ടാ. ഇവ പോകുന്ന വഴിക്ക് അയാൾ കടത്തിണ്ണയിൽ കിടക്കുന്നുണ്ടായിരുന്നു, നമ്മൾ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ കടത്തിണ്ണയിൽ കിടന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എല്ലാത്തിനും കാരണം അയാൾ തന്നെയാണ്. അതെ, അയാൾ ഇന്നലെ മതിൽ ചാടിയത് നമ്മുടെ ബ്രേക്ക് കളയാൻ വേണ്ട.
അയാൾ നല്ലൊരു മെക്കാനിക് ആണല്ലോ, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് അയാൾ കളഞ്ഞു, അയാൾ ഇനി വെറുതെ വിടാൻ പറ്റില്ല കിരണേട്ടാ എന്ന് കല്യാണി പറയാണ്. അയാൾ ഇനി നമ്മുടെ മുമ്പിലേക്ക് വന്ന ചൂലെടുത്ത് ഇങ്ങനെ അയാൾ തലമണ്ട അടിച്ച് പൊട്ടിക്കും എന്ന് കല്യാണി പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ കാര്യം അച്ഛനോട് പറയട്ടെ, അച്ഛനും അമ്മയും തീരുമാനിക്കട്ടെ ഇനി അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട്. ശേഷം സേനനെയാണ് കാണിക്കുന്നത്. ചന്ദ്രസേനൻ രൂപ എടുത്ത് പറയണതും കാലിനെ വയ്യാത്ത അവൻ പോയിട്ട് മോന്റെ വണ്ടിയുടെ ബ്രേക്ക് കളഞ്ഞിരിക്കുക, അവൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴേക്ക് രൂപ പറയുന്നുണ്ട്. പക്ഷേ ഇതെന്തൊരു കഷ്ടം, ഇവരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നതായല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക, അയാൾ അറസ്റ്റ് ചെയ്യാൻ പറ. അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ, അയാൾ അതിനെ മോന്റെ കൂടെ ജയിലിൽ കിടക്കും. അപ്പോഴും രാഹുലും സരിയൊക്കെ പുറത്ത് കിടക്കല്ലേ. നമുക്കുള്ള തെറ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ രൂപേ, നമ്മൾ നമ്മുടെ ശത്രുക്കളെ കൊന്നില്ല, വെറുതെ വിട്ടു, അതാണ് നമ്മുടെ തെറ്റ്. നമുക്കാരെയും കൊല്ലാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. എന്നാലും അവർക്ക് എന്തൊരു സംഭവിച്ചെങ്കിലോ, വല്ല മതിലിലേക്കാണ് ആ വണ്ടി പോയി ഇടിച്ചെങ്കിൽ രണ്ടുപേർക്കും അപകടം പറ്റിയാനായിരുന്നു. അത് ആ പ്രകാശിനറിയാം, അവൻ നല്ല മെക്കാനിക്കാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ചെയ്തത്. എന്തായാലും മതിലിലേക്കല്ല മണ്ണിലേക്ക് ഇടിച്ചു കയറ്റിയോണ്ട് ഭാഗ്യം, പിള്ളേർക്കൊന്നും പറ്റിയില്ല, കാറിനും ഒന്നും പറ്റിയില്ല എന്ന് ചന്ദ്രസേനൻ പറയുന്നുണ്ട്. ചന്ദ്രസേനൻ പറഞ്ഞിട്ട് എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ എസ്-നെ വിളിക്കട്ടെ, ആ പ്രകാശിനെ പൊക്കി കൊടുക്കേണ്ടത് കൊടുക്കാൻ ഞാൻ ഇപ്പൊ തന്നെ പറയാം. എന്തായാലും അവനിനി പുറം ലോകം കാണില്ല, എന്തായാലും നാളെ കോടതിയിലേക്ക് ഹാജരാക്കാനും ഞാൻ പറയും എന്ന് സേനൻ പറയാട്ടോ. അതെ അതന്നെ മതി, എന്നാലും പോലീസുകാർ എന്താ ചെയ്യട്ടെ എന്ന് രൂപയും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണുന്ന പ്രകാശനാണ്. അങ്ങനെ പ്രകാശൻ റോഡ് സൈഡിൽ അങ്ങനെ കിടന്ന് പച്ചവെള്ളം കുടിച്ചിട്ടാണ് വിശപ്പ് അകറ്റുന്നത്. അങ്ങനെ വെള്ളമൊക്കെ തുറന്നു കുടിച്ചിട്ട് പ്രകാശൻ ഇങ്ങനെ വിശപ്പൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുവാണ്. പോലീസുകാർ അങ്ങോട്ടേക്ക് വന്ന് പ്രകാശിനോട് പറഞ്ഞു, എടാ പ്രകാശ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. സാറേ എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റില്ല, എന്റെ കാലിന് വയ്യ. ഓ നിന്റെ കാലിന് വയ്യല്ലേ, 5-6 അടി പൊക്കുള്ള മതിൽ നിനക്ക് ചാടിക്കിടക്കാൻ കുഴപ്പമൊന്നുമില്ല, നിനക്ക് എഴുന്നേക്കാൻ വയ്യ അല്ലേ, എഴുന്നേക്കടാ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശം പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. ശേഷം പ്രകാശം എന്താ സാറേ എന്താ കാര്യം, നീ പെട്ടെന്ന് ജീപ്പിലേക്ക് കയറിക്കേ. ജീപ്പിലേക്കോ, എന്തിനാ സാറേ ഞാൻ ജീപ്പിലേക്ക് കയറുന്നത്? ഓഹോ ഒരു നീ കാര്യമൊക്കെ നിന്നോട് പറയണല്ലേ, എടാ ജീപ്പിലേക്ക് കയറടാ. സാറേ എനിക്ക് വയ്യ സാറേ എന്ന് പറയാണ്. അയ്യോ വയ്യെന്നോ, എടോ ഇവരെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റിക്ക്. സാർ ഞാൻ വരാം സാർ, എന്റെ കവറൊക്കെ ഞങ്ങൾ എടുത്തോളാം, താൻ വണ്ടിയിൽ കയറ് എന്ന് പറയാണ്. സാർ എന്താ സാർ കാര്യം, അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം, കയറടോ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശനെ വലിച്ചഴിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് പോലീസുകാരും. അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരും കേട്ടോ. ശേഷം പ്രകാശനെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. പ്രകാശനോട് പറയുന്നുണ്ട്, എടാ നീ എന്ത് തെറ്റ് ചെയ്തു നിനക്ക് അറിയില്ലല്ലേ, ഇന്നലെ നീ രാത്രി എന്താടാ ചെയ്തത്? ഇന്നലെ രാത്രി സാറേ ഞാൻ ഇന്നലെ രാത്രി ഒന്നും ചെയ്തില്ല സാറേ. നീ ഇന്നലെ കിരൺ സാറിന്റെ കല്യാണി മേഡത്തിന്റെ വീട്ടിലേക്ക് പോയായിരുന്നോ? ആ പോയായിരുന്നു സാറേ, എനിക്ക് പെട്ടെന്ന് അവരെ കാണാൻ തോന്നി. അതെന്തായാലും രാവിലെ നിനക്ക് കാണാൻ തോന്നില്ലേ, നട്ടപ്പാതിരക്ക് നിനക്ക് അവരുടെ വീട്ടിൽ പോണോ? സാറേ ഞാൻ രാവിലെ അവരെ കണ്ടതാണ്, രാത്രിയായപ്പോൾ എനിക്ക് കൊച്ചുമോനെ കാണാൻ ഒരു ആഗ്രഹം തോന്നി. ഞാൻ ഗേറ്റിനവിടെ പോയി നിന്നപ്പോഴേക്കും ഗേറ്റ് അടച്ചിട്ടേക്കണ കണ്ടു, അപ്പോഴാ മതിൽ ചാടി അകത്ത് കിടന്നത്. അല്ലല്ല നിന്റെ കാലിന് വയ്യല്ലോ, നീ പിന്നെ ഇങ്ങനെ മതിൽ ചാടിയത്? ആ മതിലിന്റെ പൊക്കം കുറച്ച് കുറവായിരുന്നു പുറകു സൈഡില്, അപ്പൊ ഒരു ടയർ വെച്ചിട്ടാണ് ഞാൻ കയറിയത്. ഓഹോ ഭയങ്കര ബുദ്ധിമാനാണല്ലോ നീ. സാറേ മതിൽ ചാടിന് ഇങ്ങനെ പോലീസ് പിടിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാറേ എന്ന് പ്രകാശം പറയുമ്പോ, എടാ മതിൽ ചാടിയതിനല്ലടാ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തത്, അതിനൊക്കെ അപ്പൊ ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ സാറിനെ അറസ്റ്റ് ചെയ്തത്? നീ മതിൽ ചാടി കിരൺ സാറിന്റെ വീട്ടിലേക്ക് കടന്ന് കിരൺ സാറിന്റെ വണ്ടിയുടെ ബ്രേക്ക് നീ അഴിച്ചുവിട്ടു. കിരൺ സാറും കല്യാണി മേഡവും ഇന്ന് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. സാറേ ഞാൻ അങ്ങനെ ചെയ്തില്ല സാറേ, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സാറേ. എന്നിട്ട് അവർക്ക് ഇതിന് പറ്റുമോ? നിനക്ക് പറ്റണമെന്നാണല്ലോ ആഗ്രഹം, പക്ഷെ അവർക്കൊന്നും പറ്റിയില്ലടാ. കാറ് മേടിച്ചത് മണ്ണിലേക്ക്, അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. നീ എവിടെ ബ്രേക്ക് കളഞ്ഞത്? ഇല്ല സാറേ ഞാനൊന്നും ചെയ്തില്ല സാറേ. നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ. എടോ ഇയാൾക്ക് പച്ചവെള്ളം പോലും കൊടുക്കരുത്, രാത്രിയായിട്ട് കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുറ ഇറക്കാം എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ ജയിലിലേക്ക് പിടിച്ച് തള്ളാണ്. പ്രകാശം പെട്ടെന്ന് അവിടേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. വീഴുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.